നദീജല കരാർ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ. സിന്ധു നദീജല ഉടമ്പടി ദുർബലപ്പെടുത്താൻ ഇന്ത്യ നിരന്തരം ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നിലവിലെ ലംഘനങ്ങൾ കരാറിന്റെ കാതലായ ഭാഗത്തെ ആക്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ചെനാബ് നദിയുടെ ഒഴുക്കിലെ വ്യതിയാനങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ഇന്ത്യയോട് വിശദീകരണം തേടിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് വിദേശകാര്യമന്ത്രി കൂടിയായ ധാർ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത്. ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി ഏകപക്ഷീയമായി റദ്ദാക്കിയത് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കാര്യമായ ലംഘനങ്ങളാണ്. ഇത് സിന്ധു നദീജല ഉടമ്പടിയുടെ കാതലായ ഭാഗത്ത് തന്നെ പ്രഹരിക്കുകയും പ്രാദേശിക സ്ഥിരതയ്ക്കും അന്താരാഷ്ട്ര നിയമത്തിന്റെ പവിത്രതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരു ദിവസത്തിനു ശേഷം 1960-ലെ വിന്റേജ് IWT നിർത്തിവെക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ശിക്ഷാ നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുള്ള IWT 1960 മുതൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും വിതരണവും ഉപയോഗവും നിയന്ത്രിച്ചു വരുന്നുണ്ട്. ഇന്ത്യയുടെ ജലവിനിയോഗ കൃത്രിമത്വം വിഷയത്തിൽ വിശദീകരണം തേടി പാകിസ്ഥാൻ സിന്ധു നദീതട കമ്മീഷന്റെ ഇന്ത്യൻ കമ്മീഷണർക്ക് കത്തെഴുതാൻ പ്രേരിപ്പിച്ചതായി ദാർ പരാമർശിച്ചു. കാർഷിക ചരിത്രത്തിന്റെ നിർണായക സമയത്ത് സിന്ധു നദീതട ജലവിനിയോഗം പാകിസ്ഥാനിലെ ജീവിതത്തിനും ഉപജീവന മാർഗത്തിനും നേരിട്ട ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാനെ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും വിധേയമാക്കിയ കരാർ പ്രകാരമുള്ള വിവരങ്ങൾ, ജലശാസ്ത്ര ഡാറ്റ, സംയുക്ത മേൽനോട്ടം എന്നിവ ഇന്ത്യ നിർത്തിവെച്ചതായും മന്ത്രി പറഞ്ഞു. വെള്ളം യുദ്ധ നടപടിയായി കണക്കാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്. 1948-ൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെത്തുന്നത്. പിന്നാലെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു. ഒടുവിൽ 1960-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു. സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളെ വിഭജിച്ചുകൊണ്ടായിരുന്നു ഈ ഉടമ്പടി നിലവിൽ വന്നത്. കിഴക്കൻ നദികളായ രവി, സജ്ജൽ, ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ഝലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഈ ഉടമ്പടി. കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ്. മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ 80% പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വരുന്നത്. പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ ബാധിക്കുമെന്ന പേടി തുടക്കം മുതലേ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ആ പേടിയാണ് ഇന്ന് പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരെ ഒച്ചവെപ്പിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.